പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ 5 താരങ്ങൾ മറ്റൊരു ക്ലബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോവുകയാണ്. ലിഗ്നവാം രാകേഷ് പഞ്ചാബ് എഫ്സിയിലേക്കാണ് ലോൺ അടിസ്ഥാനത്തിൽ പോകുന്നത്. ബികാസ് സിംഗ് ആവട്ടെ മുഹമ്മദ് നസിക്ക് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചേക്കും. തോമസ് ചെറിയാൻ എന്ന താരം ഐ ലീഗിലെ ടീമായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയായിരിക്കും ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചേക്കുക. മുഹമ്മദ് അജിസൽ ഗോകുലം കേരള എഫ്സിക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുഹമ്മദ് അർബാസ് റിയൽ കാശ്മീർ എഫ്സിക്ക് വേണ്ടിയും ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചേക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ്ബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിഖിലിനെതിരെ ഒരുപാട് വിമർശനങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. കാരണം മാനേജ്മെന്റിന്റെ മോശമായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാൻ കാരണം. അങ്ങനെ ഇപ്പോൾ നിഖിൽ പ്രതികരിച്ചിരിക്കുകയാണ്. നിഖിലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു കാര്യം ഉറപ്പു നൽകുന്നു, ആരാധകരുമായി തുറന്ന ആശയവിനിമയത്തിനു നടപടികൾ ഉണ്ടാകും. ക്ലബ്ബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ വ്യക്തമാക്കിയ കാര്യമാണിത്. ടീമിന്റെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെയായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത്. നിഖിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു കുടുംബമാണ്, ആരാധകരും ഈ കുടുംബത്തിന്റെ ഭാഗമാണ്. ഓരോ കുടുംബത്തിലും അംഗങ്ങൾ തമ്മിൽ സന്തോഷങ്ങളും പരിഭവങ്ങളും നിരാശകളും ഒക്കെ ഉണ്ടാകും. ആരാധകർക്ക് തീവ്രമായ അഭിനിവേശവും സ്നേഹവും പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. അതേസമയം ആരാധകരുമായി തുറന്ന ചർച്ചകൾക്ക് നടപടിയുണ്ടാകും. പിന്നീട് അദ്ദേഹം കരോളിസ് കിങ്സിനെ കുറിച്ചും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കരോളിസ് വന്നതിന് ശേഷം ആദ്യ സീസൺ ഒഴിച്ചാൽ ടീം മികച്ച പ്രകടനമാണ് നടത്തിയത്. ക്ലബ്ബ് ആരംഭിച്ച കാലം മുതൽ ഞങ്ങളല്ല ഉടമകൾ. 2017 ഞങ്ങൾ ചിത്രത്തിൽ വരുന്നത്. ഫുട്ബോൾ ഓപ്പറേഷൻസ് ചുമതല ഏറ്റെടുത്തതാകട്ടെ 2011 കരോളിസ് വന്നത് തന്നെ അങ്ങനെയാണ്. പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. സൈനിങ്സ് എല്ലാം ഒരുപാട് വൈകിയതിൽ ആരാധകർ അക്ഷമരായിരുന്നു. വിശ്വസിക്കുക, നമ്മുടേത് ശക്തമായ ടീമാണ്. ക്ലബ്ബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ വ്യക്തമാക്കിയ പ്രധാന കാര്യങ്ങളാണിവ. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.